എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിനീസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ റെഡിയാക്കാം. മുതിരയും വാഴപ്പിണ്ടിയും വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് വാഴപ്പിണ്ടി ചെറുതായിട്ട് മുറിച്ച് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുതിര ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു 1/4 കപ്പ് മുതിര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ മണമെല്ലാം മാറി വരണം. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറെല്ലാം മാറി വരും. അതുവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുതിരയിൽ ഒത്തിരി ഫൈബർ കണ്ടൻറ്റും ഒത്തിരി പ്രോട്ടീനും ഉണ്ട്. ഇത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കളറെല്ലാം മാറി നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിനാവശ്യമുള്ള വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 80% വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വാഴപ്പിണ്ടിയും മുതിരയും കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഓൾറെഡി മുതിര വേവിച്ചതിൻ്റെ വെള്ളം ഇതിൽ കാണും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ഈ വാഴപ്പിണ്ടി വേവിച്ചെടുക്കാം. നമ്മളൊരു അരപ്പ് റെഡിയാക്കേണ്ട. അതിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 നുള്ള് ജീരകം, ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. അരയ്ക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ വാഴപ്പിണ്ടി ഒത്തിരി നല്ലതാണ്. നമ്മുടെ ബോഡിയിൽ ഡൈജഷനൊക്കെ നടക്കാനൊക്കെ നല്ലതാണ്. ഒത്തിരി കിഡ്നി സ്റ്റോണിന് നല്ലതാണ്. എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്നും ടോക്സിൻസൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളമുണ്ട്, അതുകൂടെ ഒന്ന് വറ്റുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. നമുക്കിനി ഇതൊന്ന് കടുക് താളിക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ എടുത്തത്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തു. കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം നമുക്കിനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തത് ഒരു 8-9 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അതുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നന്നായിട്ട് ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മുതിരയും വാഴപ്പിണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തേങ്ങ ഒന്ന് ഒതുക്കി വെച്ചതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്നായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിത് ആഡ് ചെയ്യാം. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ 2 പച്ചമുളകാണ് നമ്മളിവിടെ എടുത്തത്. അപ്പോൾ എരിവ് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് നടുവിൽ നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തോരൻ വെച്ച് അതെല്ലാം ഒന്ന് കവർ ചെയ്യാം. നമുക്ക് തേങ്ങയിൽ നല്ലതായിട്ടൊന്ന് ആവി കയറണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് വയ്ക്കുമ്പം
നമ്മൾക്ക് ആ തോരനിലെല്ലാം തേങ്ങയിലെല്ലാം ആവി കയറും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തേങ്ങ അതിലിരുന്ന് ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ ഗാർലിക്കിൻ്റെയും പച്ചമണം എല്ലാം മാറും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരും റെഡിയാക്കി നോക്കണം. ഒത്തിരി നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.